ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിലെ നല്ല കിടിലൻ എപ്പിസോഡാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ ശങ്കരനാരായണൻ നമ്മുടെ ശ്രീകാന്തിനെ തല്ലാണ് കേട്ടോ. അടുത്ത് തല്ല് കൊടുക്കാൻ വേണ്ടി കൈ പൊക്കുമ്പോൾ ശ്രീകാന്ത് അച്ഛൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുകയാണ്, ഒരു കൊലപാതകിയുടെ കുട്ടി ഈ പണിക്കത്ത് തറവാടിൽ ജനിച്ചു വളരാൻ ഞാൻ സമ്മതിക്കില്ല, അവനെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞ് വേഗം തന്നെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറകെ തന്നെ നമ്മുടെ വേദയും ചെല്ലുക, എല്ലാവരും ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും ചെന്നിട്ട് വേദ പറയും, ആരാ കൊലപാതകയും തെമ്മാടിയും? നിങ്ങളാണ് നീചനായ ഒരു ദുഷ്ടനാണ്. നിങ്ങളാണ് ഈ പാപങ്ങളെല്ലാം ചെയ്തു വെച്ചത്, അല്ലാണ്ട് എൻ്റെ വിക്രമല്ല. എൻ്റെ വിക്രത്തിൻ്റെ കുട്ടീനെ ഞാൻ പ്രസവിച്ച് ഈ പണിക്കത്ത് തലവാട്ടിൽ തന്നെ വളർത്തും എന്നൊക്കെ വേദ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രീകാന്തിന് ദേഷ്യം വരും. ശ്രീകാന്ത് അവിടെ ഇരുന്നൊരു ഫ്ലവേഴ്സ് എടുത്തിട്ട് നമ്മുടെ വേദേനെ തല്ലാനായിട്ട് ഓങ്ങുമ്പോഴാണ് നമ്മുടെ വിക്രത്തിൻ്റെ മാസ് എൻട്രി വരികയാണ് കേട്ടോ. അവൻ്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് നമ്മുടെ വിക്രം കടന്നു വരികയാണ്. എല്ലാവരെയും വിക്രമിനെ കാണുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിലത്ത് വീണ് കിടന്ന വിക്രത്തിൻ്റെ തലങ്ങും വിലങ്ങും നമ്മുടെ വിക്രം ചവിട്ടാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫ്ലവർ എടുത്തിട്ട് അവൻ്റെ തലയ്ക്കടിക്കാൻ തുടങ്ങുമ്പോഴേക്കും വേദ തടയും, വിക്രത്തിനോട് വേണ്ടാന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ശങ്കരനാരായണൻ പറയുകയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ, എൻ്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും. ഇതിൻ്റെയൊക്കെ സാക്ഷി ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, അയാളെയും കൊണ്ട് ഞാൻ സാറിൻ്റെ മുന്നിൽ വരുമെന്നൊക്കെ നമ്മുടെ വിക്രം ശങ്കരനാരായണനോട് പറഞ്ഞിട്ട് വേദയുടെയും കൈ പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാലായിട്ട് കാത്തിരുന്ന് കാണാം ഇവരുടെ ഒരു കിടിലൻ എപ്പിസോഡ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.